നമസ്കാരം. പ്രധാന വാർത്തകൾ. എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി. ദില്ലിയിൽ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർന്നതിനെ തുടർന്ന് പരിശോധന നടത്തി. ഇന്ന് രാവിലെ 7:30 വഡോദരയ്ക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത്. വിമാനത്തിനകത്തെ ശുചിമുറിയിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ബോംബ് എന്ന് എഴുതി കണ്ടതോടെയാണ് ആശങ്ക പരന്നത്. തുടർന്ന് വിമാനത്തിനകത്തും പുറത്തും വിശദമായ പരിശോധന നടത്തിയെങ്കിലും സംശയിക്കത്തക്കതായി യാതൊന്നും കണ്ടെത്തിയില്ല. ആരാണ് ഇത്തരത്തിൽ ബോംബ് എന്ന് എഴുതിയ ടിഷ്യൂ ശുചിമുറിയിൽ ഉപേക്ഷിച്ചതെന്ന് വ്യക്തമല്ല. സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലും പരിശോധന കർശനമാക്കി. ഇവിടെ കനത്ത നിരീക്ഷണം തുടരുകയാണ്. ലോറിയിൽ ഒന്നിനു പുറകെ ഒന്നായി ബസ്സുകൾ ഇടിച്ചു കയറി 4 മരണം. സ്വകാര്യ ബസ്സുകളും ലോറിയും കൂട്ടിയിടിച്ച് ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേർ മരിച്ചു. 15 പേരിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ചെന്നൈ തിരുച്ചിറപ്പള്ളി ദേശീയപാതയിൽ മധുരാരംഗത്താണ് അപകടം. കരിങ്കല്ലുമായി പോയ ലോറിയെ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം. ഇതിന് പിന്നിലേക്ക് മറ്റൊരു ബസ് കൂടി ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ ചെങ്കൽപ്പേട്ടു ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനമ്പള്ളി നഗറിൽ യുവതി നവജാത ശിശുവിനെ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തിനെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ ആൺ സുഹൃത്ത് തൃശൂർ സ്വദേശി റഫീഖിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന് യുവതി നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകിയിരുന്നു. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി. കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഭയന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. തമിഴ്നാട്ടിലെ കമ്പത്ത് നിർത്തിയിട്ട കാറിൽ 3 മൃതദേഹങ്ങൾ. വാഹനം കോട്ടയം സ്വദേശിയുടേത്. തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പമ്മേട് റോഡിൽ നിന്ന് മാറി ഒരു തോട്ടത്തിനകത്ത് പാർക്ക് ചെയ്ത ഹൂണ്ടെ ഗ്രാൻഡ് ഐ10 കാറിനകത്താണ് 2 പുരുഷന്മാരുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം. പുതുപ്പള്ളി സ്വദേശി അഖിലസ് ജോർജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. മരിച്ചവർ അച്ഛനും അമ്മയും മകനുമെന്നാണ് സംശയം. വാകത്താനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ജോർജ് ബി സക്രിയ, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരെ കാണാനില്ലെന്ന് കാണിച്ച് വാകത്താനം പോലീസിൽ 2 ദിവസം മുമ്പ് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇവർ നാടുവിട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കണ്ണൂർ താഴെചൊവ്വയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാലോട് പന്നേർപ്പാറയിലെ ചെറുമണേൽ ഹൗസിലെ സബിൻ മോഹൻദാസാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 7:00 താഴെചൊവ്വയിൽ റെയിൽവേ ഗേറ്റിന് സമീപം ദേശീയപാതയിലാണ് അപകടം. തോട്ടടയിൽ കൊറിയർ സ്ഥാപനത്തിൽ ജീവനക്കാരനായ സബിൻ ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. മൈക്രോ ഫിനാൻസ് സംഘത്തിന്റെ ഭീഷണി. ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മൈക്രോ ഫിനാൻസ് സംഘത്തിന്റെ ഭീഷണിയിൽ പാലക്കാട് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. പാലക്കാട് ഉപ്പുപാടം സ്വദേശി ശിവദാസനാണ് ആത്മഹത്യ ചെയ്തത്. ശിവദാസന്റെ ഭാര്യ ഇസാഫിൽ നിന്നും ലോൺ എടുത്തിരുന്നു. ലോൺ തുക തിരികെ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏജന്റുകൾ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇതിൽ മനനൊന്താണ് ശിവദാസൻ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം പറഞ്ഞു. ശിവദാസന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജല അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാരന് ദാരുണാന്ത്യം. പാലക്കാട് പറക്കുന്നത്ത് വടക്കന്തറ മനക്കൽത്തൊടി സുധാകരനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഭക്ഷണം വാങ്ങാൻ ഇരുചക്ര വാഹനത്തിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. റോഡരികിൽ ജല അതോറിറ്റി കുഴിച്ച കുഴിയിൽപ്പെട്ട് തെറിച്ചു വീണാണ് അപകടം സംഭവിച്ചത്. ഉടൻ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പൈപ്പിടാനായി ജല അതോറിറ്റി കുഴിച്ച കുഴിയാണ് അപകടത്തിനിടയാക്കിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ. അസോസിയേറ്റ് പ്രൊഫസർക്ക് സസ്പെൻഷൻ. മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവത്തെപ്പറ്റി അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികൾ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കാൻ മന്ത്രി കർശന നിർദ്ദേശം നൽകി. കൈവിരലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ചെറുവണ്ണൂർ മധുര ബസാറിലെ കുട്ടിക്കാണ് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗുരുതരമായ ചികിത്സാ പിഴവിന് ഇരയാകേണ്ടി വന്നത്.
സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരുന്നു. ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. സ്കൂട്ടറിലുണ്ടായിരുന്ന മകൻ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പന്തളം മുടിയൂർക്കോണം തുണ്ടത്തിൽ ബദേഭവനിൽ TM ഷാമുവലിന്റെ ഭാര്യ വത്സമ്മയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പന്തളം മാവേലിക്കര റൂട്ടിൽ മുട്ടാർ വനിതാ സൂപ്പർമാർക്കറ്റിന് മുൻവശത്തായിരുന്നു അപകടം. സ്കൂട്ടർ ഓടിച്ചിരുന്ന വത്സമ്മയാണ് അപകടത്തിൽ മരിച്ചത്. സ്കൂട്ടറിന്റെ പിന്നിലാണ് മകൻ ഇരുന്നത്. നാളെ മുതൽ റേഷൻ കടകളിൽ സാധാരണ പ്രവർത്തന സമയം. കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് വരുത്തിയിരുന്ന റേഷൻ കടകളുടെ പ്രവർത്തന സമയം 2024 മെയ് 17 മുതൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ 12 വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക.